വയനാട് ജില്ലയിൽ ഓണവിപണി ലക്ഷ്യമിട്ട് നടത്തിയ വാഴകൃഷികൾ വെള്ളം കയറിയതിനെ തുടർന്ന് പൂർണ്ണമായി നശിക്കുന്നു. കുലകൾ മൂപ്പെത്തുന്നതിന് മുൻപ് നശിച്ചതിനാൽ കർഷകർക്ക് കുലച്ച വാഴയും വിൽക്കുവാനാകില്ല. വെള്ളം കയറിയതിനാൽ കാപ്പി കൃഷിയും നശിച്ചിരിക്കുകയാണ്. ഒരു വാഴയ്ക്ക് 200 രൂപ മുടക്കിയാണ് കർഷകൻ കൃഷി ചെയ്യുന്നത്. 2000 വാഴകളാണ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ വാഴകൃഷി നടത്തുന്ന വെണ്ണിയോട് ഭാഗത്ത് നട്ടത്. മഴ ശക്തമായി പെയ്തതോടെ ഇവിടങ്ങളിൽ വെള്ളം കയറി. ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷി ചെയ്ത വാഴകൾ മുഴുവൻ നശിച്ചു. ചില വാഴകൾ കുലച്ചെങ്കിലും മൂപ്പെത്തുന്നതിന് മുമ്പ് വെള്ളം കയറിയതിനാൽ അത് വിൽപ്പന നടത്തിയാലും കർഷകന് ഒന്നും കിട്ടില്ല. കണക്കാക്കിയിട്ടുള്ള കൃഷിയെടുത്ത വാഴകളാണ് ഇതൊക്കെ. പക്ഷെ അത് ആ സമയത്തൊക്കെ ആവില്ല, മൂക്കാതെ ഇപ്പം വെള്ളം കയറി വമ്പൻ നഷ്ടമാണ്. കൃഷിയാണെങ്കിൽ കൊല്ലത്തെ കാലാവസ്ഥയ്ക്ക് നന്നായിട്ടുമില്ല. ഇപ്പോൾ വില കൂടി വന്ന സമയമായിരുന്നു, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. കൃഷിക്കാരന് ഉപയോഗപ്പെടാതെ ഒരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാപ്പി കർഷകരുടെ കാര്യവും സമാനമാണ്. കാപ്പിക്ക് നല്ല വില ലഭിക്കുന്ന സമയമാണ് ഇപ്പോൾ. വെള്ളം കയറിയതോടെ കാപ്പിക്കുരു അടർന്നു വീഴാൻ തുടങ്ങി. ഇതോടെ കാപ്പി കർഷകരും ദുരിതത്തിലായി. വെള്ളം നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുരു പൊഴിച്ചിൽ വരും. പിന്നെ കൂടുതൽ ദിവസം കാപ്പി മുങ്ങി വെള്ളം മൊത്തം നിന്ന് നിറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ, മൂടിപ്പോവുകയാണെങ്കിൽ കാപ്പി മരം ചെടിയടക്കം പോകും. വെള്ളം കയറിയതിനെ തുടർന്ന് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യാപക കൃഷിനാശമാണ് റിപ്പോർട്ട് ചെയ്തത്. മീഡിയ 1 വയനാട്.